പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് മാനേജ്മെൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ലെറ്റേഴ്സ് എന്നാൽ കറസ്പോണ്ടൻസ് ആണെന്നും കറസ്പോണ്ടൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ലെറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള ബിസിനസ് ലെറ്ററുകളെക്കുറിച്ചും ലേഔട്ട് എന്താണെന്നും 2 തരത്തിലുള്ള ലേഔട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ലെറ്റേഴ്സ് ആണ്. 2 തരത്തിലുള്ള ഗവൺമെൻറ് ലെറ്റേഴ്സ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഒഫീഷ്യൽ ലെറ്റേഴ്സ്, അതുപോലെ ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ്. എന്താണ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് നോക്കാം. ലെറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ആർ റെഫേർഡ് ടു ആസ് ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അയക്കുന്ന കത്തുകളെയാണ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് അർത്ഥമാക്കുന്നത്. ഗവൺമെൻറ് ലെറ്റേഴ്സിൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവിധ ഗവൺമെൻറ് വകുപ്പുകളിൽ നിന്ന്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകളിൽ നിന്ന് അയക്കുന്ന കത്തുകൾ ഗവൺമെൻറ് ലെറ്റേഴ്സാണ്. അതുപോലെ സെമി ഗവൺമെൻറ് ലെറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന്, അതായത് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അയക്കുന്ന കത്തുകൾ സെമി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ലെറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ KCB, കേരള വാട്ടർ അതോറിറ്റി, ഇതൊക്കെ സെമി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ലെറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഒഫീഷ്യൽ ലെറ്റേഴ്സിൻ്റെ സല്യൂട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് സർ ഓർ മാഡം, സബ്സ്ക്രിപ്ഷൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ ഓഫീസ് ഓഫ് ദ എന്നാണ് എഴുതുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അയക്കുന്ന ഒരു കത്താണെന്നുണ്ടെങ്കിൽ ഓഫീസ് ഓഫ് ദ പ്രിൻസിപ്പൽ, സ്കൂളിൻ്റെ പേര്, ഡേറ്റ്, സ്ഥലം, ലെറ്റർ നമ്പർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രം ടു, സർ, സബ്ജക്റ്റ്, റെഫറൻസ്, ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ, കോംപ്ലിമെൻ്ററി ക്ലോസ്, സിഗ്നേച്ചർ. ഇതാണ് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. നമ്മൾ വേറെ ഏതൊരു കത്തിൽ നിന്നും ഈ ഒഫീഷ്യൽ ലെറ്ററിനെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓഫീസ് ഓഫ് ദ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊള്ളുക, അത് ഒഫീഷ്യൽ ലെറ്റർ ആണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ്. എന്താണ് ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് നോക്കാം. ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഓർ DO letter is an official letter but it is addressed in the personal name of the officer. ഡെമി ഒഫീഷ്യൽ ലെറ്റർ ഒരു ഔദ്യോഗിക കത്താണ്. ഇത് ഒരു ഓഫീസറുടെ പേഴ്സണൽ നെയിമിൽ അഡ്രസ്സ് ചെയ്യുന്ന ലെറ്ററാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ആൻഡ് സ്റ്റൈൽ ഓഫ് എ പേഴ്സണൽ ലെറ്റർ. പേഴ്സണൽ ലെറ്ററിൻ്റെ അതേ രൂപത്തിലും ശൈലിയിലുമൊക്കെയാണ് DO letter എഴുതുന്നത്. Then it is prepared to invite the attention of an officer of equal rank or immediate lower rank. ഒരു ഓഫീസറുടെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ അയാളുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരെയോ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ലെറ്ററാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡിയർ മിസ്റ്റർ ആണ്. DO ലെറ്ററിൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ട്രൂലി ആവാം. ദെൻ നെക്സ്റ്റ് എന്തൊക്കെ ഒക്കേഷൻസിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസിനാണ് നമ്മൾ ഈ DO letter എഴുതുന്നത് എന്നാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. എ DO letter is written for any of the following reasons. ഒന്നാമത്തെ റീസൺ, ദ മാറ്റർ ഡെൽറ്റ് വിത്ത് ഇസ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻ നേച്ചർ. അതീവ രഹസ്യമായിട്ടുള്ള ഒരു മാറ്റർ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DO letter അയക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ പേഴ്സണൽ അറ്റൻഷൻ ആവശ്യമാകുന്ന സന്ദർഭത്തിലും നമ്മൾ DO letter അയക്കാറുണ്ട്. ദ മാറ്റർ റിക്വയർസ് എ പേഴ്സൺസ് പേഴ്സണൽ അറ്റൻഷൻ. ദെൻ തേർഡ് വൺ, ദ മാറ്റർ ഈസ് അർജൻറ്റ് ആൻഡ് റിക്വയർസ് ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ. ഒരു മാറ്റർ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേണ്ട മാറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ DO letter അയക്കാറുണ്ട്. അപ്പോൾ ഈ 3 സന്ദർഭങ്ങളിലാണ് നമ്മൾ സാധാരണയായി DO letter അയക്കാറ്. അടുത്തതായി ടൈപ്സ് ഓഫ് ലെറ്റർ, സല്യൂട്ടേഷൻ, കോംപ്ലിമെൻ്ററി ക്ലോസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ 3 ടൈപ്സ് ഓഫ് ലെറ്ററാണ് ഡിസ്കസ് ചെയ്തത്. ബിസിനസ് ലെറ്റർ, ഒഫീഷ്യൽ ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ. ഈ ഓരോ ലെറ്ററിൻ്റെയും സല്യൂട്ടേഷനും കോംപ്ലിമെൻ്ററി ക്ലോസും എന്താണെന്ന് നോക്കാം. ബിസിനസ് ലെറ്റർ സല്യൂട്ടേഷൻ, ഡിയർ സർ, കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഒഫീഷ്യൽ ലെറ്റർ സല്യൂട്ടേഷൻ, സർ, കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഡെമി ഒഫീഷ്യൽ ലെറ്റർ
salutation is dear Mr. and its complimentary clause sincerely or yours sincerely or yours truly. ഈ 3 ടൈപ്സ് ഓഫ് ലെറ്ററിൻ്റെയും സല്യൂട്ടേഷനും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒന്നാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻ്റർ ഓഫീസ് മെമ്മോ, കോമൺലി നോൺ ആസ് IOM, ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വിവിധ വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർ ഓഫീസ് മെമ്മോ. അതുപോലെ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വിവിധ സ്ഥലങ്ങളിൽ ശാഖകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസും ഇൻ്റർ ഓഫീസ് മെമ്മോ ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് internal letters or memos are common both in government offices and in business organizations. ഗവൺമെൻറ് ഓഫീസസിലും അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസിലും ഇൻറ്റേർണൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മോസ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ഈ ഒഫീഷ്യൽ മെമ്മോസ് ആരാണ് അയക്കുന്നത്? ഒഫീഷ്യൽ മെമ്മോസ് ആർ സെൻഡ് ഔട്ട് ബൈ ദി ഹെഡ് ഓഫ് ഓഫീസ്, ഓഫീസിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ടു ഹിസ് സബോർഡിനേറ്റ്സ് ഓർ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ കൺവേയിങ് ഇൻഫർമേഷൻ. സബോർഡിനേറ്റ്സിനോ അല്ലെങ്കിൽ വേറെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനോ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതിന് വേണ്ടി ഹെഡ് ഓഫ് ഓഫീസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സോ അയക്കുന്നതാണ് ഒഫീഷ്യൽ മെമ്മോസ്. ദെൻ നെക്സ്റ്റ് ഈ ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ ഓഫീസ് മെമ്മോന് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഇതിന് ദർ ഇസ് നോ നീഡ് ഓഫ് സല്യൂട്ടേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് മെയിൽ സർവീസ്. മെയിൽ സർവീസ്, ഇൻവേർഡ് മെയിൽ ആൻഡ് ഔട്ട്വേർഡ് മെയിൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് ഇൻവേർഡ് മെയിൽ എന്താണെന്ന് നോക്കാം. ഇൻവേർഡ് മെയിൽ എന്ന് പറഞ്ഞാൽ ഓൾ മെയിൽ റിസീവ്ഡ് ഇൻ ദി ഓഫീസ് ആർ നോൺ ആസ് ഇൻവേർഡ് മെയിൽ. ഒരു ഓഫീസിൽ റിസീവ് ചെയ്യുന്ന എല്ലാ കത്തുകളും ഇൻവേർഡ് മെയിൽ എന്നാണ് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഓർഡിനറി ലെറ്റേഴ്സ്, രജിസ്റ്റേർഡ് ആൻഡ് ഇൻഷുർഡ് ലെറ്റേഴ്സ്, സാമ്പിൾ പാക്കറ്റ്സ്, ബുക്ക് പാക്കറ്റ്സ്. ഇതൊക്കെ ഇൻവേർഡ് മെയിലിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണ്. നെക്സ്റ്റ് ഇൻവേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്. കുറേ സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെയാണ് ഈ ഇൻവേർഡ് മെയിൽ ഹാൻഡ്ലിങ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. 1 റിസീവിംഗ് ദ ഇൻകമിംഗ് മെയിൽ, 2 സോർട്ടിംഗ് ദ മെയിൽ, 3 ഓപ്പണിംഗ് ദ മെയിൽ, 4 സ്ക്രൂട്ടനൈസിംഗ് ദ കണ്ടൻസ്, 5 ഡേറ്റ് സ്റ്റാമ്പിംഗ്, 6 റെക്കോർഡിംഗ് ദ മെയിൽ, 7 ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ മെയിൽ, 8 ഫോളോ അപ്പ്. ഈ ഓരോ സ്റ്റെപ്സും നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കേണ്ട ഒന്നാണ്, 1 by 1 ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് റിസീവിംഗ് ദ ഇൻകമിംഗ് മെയിൽ. അപ്പോൾ ആരാണ് റിസീവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇൻ സ്മോൾ ഓഫീസസ് മെയിൽ ഇസ് റിസീവ്ഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് or his secretary or receptionist. Then big offices having a separate mailing department, ഒരു ക്ലർക്കിനാണ്. A clerk is entrusted with the responsibility of receiving the incoming mail. Then next, the person who receives the incoming mail signs and acknowledges the receipt for registered mail, parcels or other letters delivered by assistants or messengers of other offices. അതായത് രജിസ്റ്റേർഡ് മെയിൽ അല്ലെങ്കിൽ പാർസൽസ് അല്ലെങ്കിൽ വേറെയുള്ള ഓഫീസേഴ്സിൽ നിന്ന് മെസ്സഞ്ചേഴ്സ് കൊണ്ടുവരുന്ന കത്ത്, ഇതൊക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആരാണോ റിസീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ സൈൻ ചെയ്ത് അക്നോളജ് ചെയ്ത് കൊടുക്കണം റെസീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസീവിങ് മെയിലിനെ കുറിച്ച് പറയാനുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പാണ് സോർട്ടിംഗ് ദ മെയിൽ. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദ മെയിൽ ഷുഡ് ബി സോർട്ടഡ് ഔട്ട് ബിഫോർ ഇറ്റ് ഈസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് സോർട്ട് ചെയ്ത് നോക്കണം, സോർട്ട് ചെയ്യണം. എങ്ങനെയൊക്കെ സോർട്ട് ചെയ്യാൻ നോക്കാം. ബിസിനസ് ലെറ്റേഴ്സ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം പേഴ്സണൽ ലെറ്റേഴ്സ് ഓഫ് ദി എംപ്ലോയീസ്. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. ബിസിനസ് ലെറ്റേഴ്സ് വേറെ, പേഴ്സണൽ ലെറ്റേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി ലെറ്റേഴ്സ് മാർക്ക് കോൺഫിഡൻഷ്യൽ എന്ന് മാർക്ക് ചെയ്ത ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ ഒഫീഷ്യൽസിനെ അഡ്രസ്സ് ചെയ്ത ലെറ്റേഴ്സ്, ഒഫീഷ്യൽസ് ബൈ നെയിം ഓർ ഡെസിഗ്നേഷനിൽ അഡ്രസ്സ് ചെയ്ത ലെറ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം? ദേ ഷുഡ് ബി സെൻഡ് അൺഓപ്പൺഡ്, immediately unopened to the departments or officials concerned. Then business ലെറ്റേഴ്സിനെ വീണ്ടും 3 ഗ്രൂപ്പായിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. രജിസ്റ്റേർഡ് ആൻഡ് അൺരജിസ്റ്റേർഡ് ലെറ്റേഴ്സ് ഓർ മെയിൽ, സീൽഡ് ആൻഡ് അൺസീൽഡ് എൻവലപ്സ്, കോൺഫിഡൻഷ്യൽ ആൻഡ് അർജൻറ്റ് ലെറ്റേഴ്സ് ആൻഡ് അതർ ഒഫീഷ്യൽ ലെറ്റേഴ്സ്. ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് വീണ്ടും സോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് സ്റ്റേജാണ് ഓപ്പണിംഗ് ദ മെയിൽ.
എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ലെറ്റേഴ്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, മേ ബി ഓപ്പൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെയിൽ ഓപ്പണിംഗ് ഡിവൈസ്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ദ മെയിൽ ഷുഡ് ബി ഓപ്പൺ, ദേ മസ്റ്റ് ബി ഓപ്പൺഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സം റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് സോ ആസ് ടു അവോയ്ഡ് തെഫ്റ്റ് ഓഫ് എനി ഡോക്യുമെൻറ്റ്. ആ ഡോക്യുമെൻറ്റിൻ്റെ മോഷണം തടയുന്നതിന് വേണ്ടി, ഒഴിവാക്കുന്നതിന് വേണ്ടി റെസ്പോൺസിബിൾ ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ഈ മെയിൽ ഓപ്പൺ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ്, രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് മാർക്ക്ഡ് ഇമ്പോർട്ടൻ്റ് ഓർ ഇമീഡിയറ്റ് ആർ ഓപ്പൺഡ് so that they are properly attended to. രജിസ്റ്റേർഡ് ലെറ്റേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത ലെറ്റേഴ്സും എന്ത് ചെയ്യുന്നു, they are opened so that അതിന് പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി, ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് ലെറ്റേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത ലെറ്റേഴ്സും they are opened, തുറന്ന് നോക്കുന്നുണ്ട്. Then opening is not complete unless the contents are emptied carefully and examined. ഓപ്പണിംഗ് ഒരിക്കലും എന്താവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല, ഈ കണ്ടൻസ് എംപ്റ്റി ചെയ്ത് അതേപോലെ തന്നെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യാതെ ഇത് കംപ്ലീറ്റ് ഓപ്പണിംഗ് ഓഫ് ദ മെയിൽ കംപ്ലീറ്റ് ആവുന്നില്ല. ദെൻ ഇറ്റ് ഹാസ് ടു ബി സീൻ ദാറ്റ് നോ പേപ്പേഴ്സ് ആർ ലെഫ്റ്റ് ഇൻസൈഡ് ദി എൻവലപ്സ്. ഒരു പേപ്പേഴ്സും എൻവലപ്പിൻ്റെ അകത്ത് ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വെൻ നെസസറി, അത്യാവശ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ എൻവലപ്പും കൂടെ പിൻ ചെയ്ത് വെക്കണം. ചില സന്ദർഭങ്ങളിൽ ഈ ഒരു ലെറ്ററിന് കിട്ടിയ ഡേറ്റ്, റിസീവ് ചെയ്ത ഡേറ്റും ടൈമും ഒക്കെ നമുക്ക് പിന്നെ ഒരു എവിഡൻസ് ആയിട്ട് ആവശ്യം വരുന്നുണ്ടാവും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടത്, ഈ എൻവലപ്പ് പിൻ ചെയ്തിട്ട് വെക്കണം, അതിൻ്റെ കണ്ടൻസിൻ്റെ കൂടെ എൻവലപ്പ് പിൻ ചെയ്തിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് പോയിന്റ്, ഓപ്പണിംഗ് ദ മെയിൽ. ഫോർത്ത് പോയിന്റ്, സ്ക്രൂട്ടിനി ഓഫ് കണ്ടൻസ്. എന്താണ് സ്ക്രൂട്ടിനി ഓഫ് കണ്ടൻസ്? അപ്പോൾ കണ്ടൻസ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദി പർപ്പസ് ഓഫ് കറസ്പോണ്ടൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് കൺസേൺ ആൻഡ് എൻക്ലോഷേഴ്സ്. കറസ്പോണ്ടൻസിൻ്റെ പർപ്പസ്, അതേപോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ലെറ്റേഴ്സ്, അതേപോലെ എൻക്ലോഷേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കണ്ടൻസ് എന്ത് ചെയ്യണം, സ്ക്രൂട്ടിനൈസ് ചെയ്യണം. ഇനി ഇഫ് ദർ ആർ എൻക്ലോഷേഴ്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ദേ ഹാവ് ടു ബി ചെക്ക്ഡ് വിത്ത് ദ കവറിംഗ് ലെറ്റർ ആയിട്ട് അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തിനാണ് അത് ചെക്ക് ചെയ്യുന്നത്, അത് ഓർഡറിൽ, അത് ക്രമത്തിലാണോ. കവറിംഗ് ലെറ്ററിനകത്ത് പറയുമല്ലോ നമ്മൾ എൻക്ലോഷർ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് ഈ എൻക്ലോഷേഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി, ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ദേ ഷുഡ് ബി വെരിഫൈഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലെറ്റർ ഓപ്പണിംഗ് ക്ലർക്ക് അതിൻ്റെ മുകളിലൊന്ന് ഇനീഷ്യൽ ചെയ്യുകയും വേണം, കവറിംഗ് ലെറ്ററിൻ്റെ മുകളിൽ ഇനീഷ്യൽ ചെയ്യുകയും വേണം. ഓക്കെ, ഇതാണ് സ്ക്രൂട്ടിനി ഓഫ് കണ്ടൻസിൽ ശ്രദ്ധിക്കാനുള്ളത്. അഞ്ചാമത്തെ പോയിൻ്റാണ് ഡേറ്റ് സ്റ്റാമ്പിംഗ്. ലെറ്റർ ചെക്ക് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ചെക്കിംഗ് ദ ലെറ്റർ ബൈ ദ മെയിൽ ക്ലർക്ക് ഇറ്റ് ഈസ് സ്റ്റാമ്പ്ഡ് വിത്ത് ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ആൻഡ് ടൈം. ദെൻ സ്റ്റാമ്പിംഗ് എങ്ങനെയാണ് ചെയ്യുക, ഡേറ്റ്, നമ്പറിംഗ് ആൻഡ് ടൈം റെക്കോർഡിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്റ്റാമ്പിംഗ് നടത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഡേറ്റ് സ്റ്റാമ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ്, റെക്കോർഡിംഗ് ദ മെയിൽ. എല്ലാ ഇൻകമിംഗ് ലെറ്റേഴ്സും, ഓൾ ഇൻകമിംഗ് ലെറ്റേഴ്സ് ആർ റെക്കോർഡഡ് ഇൻ എ രജിസ്റ്റർ കോൾഡ് ഇൻവേർഡ് കറസ്പോണ്ടൻസ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻവേർഡ് മെയിൽ രജിസ്റ്റർ ഓർ ലെറ്റർ റിസീവ്ഡ് ബുക്ക്. ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ സെവൻത്ത് പോയിന്റ് പറയുന്നതിന് മുമ്പ് ഈ ഇൻവേർഡ് മെയിൽ രജിസ്റ്ററിൻ്റെ ഫോർമാറ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫോർമാറ്റ് നോക്കൂ. സീരിയൽ നമ്പർ, ഡേറ്റ്, സെൻഡേഴ്സ് നെയിം ആൻഡ് അഡ്രസ്സ്, സബ്ജക്റ്റ്, കണ്ടൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് റിഫേർഡ്, ഡേറ്റ് ഓഫ് റിപ്ലൈ, റിമാർക്സ്. അപ്പോൾ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സീരിയൽ നമ്പറും റിമാർക്സും തന്നിട്ട് അതിനിടയ്ക്കുള്ള കോളം ഹെഡിങ്സ് ഒക്കെ ബ്ലാങ്ക് ആക്കി തന്നു. എന്നിട്ട് അത് ഫില്ല് ചെയ്യാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വന്നിട്ട് അത് ഫില്ല് ചെയ്യാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെക്കുക നിങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെവൻത്ത് പോയിൻ്റാണ് സോർട്ടിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റെക്കോർഡ് ചെയ്ത് ഇൻവേർഡ് മെയിൽ രജിസ്റ്ററിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു അല്ലേ. ആഫ്റ്റർ റെക്കോർഡിംഗ് ദ ഡീറ്റെയിൽസ് ദേ ആർ സോർട്ടഡ് ഔട്ട്. ഇൻവേർഡ് മെയിൽ രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സോർട്ട് ചെയ്യുന്നു. ദെൻ സോർട്ടിംഗ് ഈസ് ഡൺ ആഫ്റ്റർ വെരിഫൈങ് ദാറ്റ് ഓൾ ദി എൻക്ലോഷേഴ്സ് മെൻഷൻഡ് ആർ സെക്യൂർലി അറ്റാച്ച്ഡ് വിത്ത് ദ ലെറ്ററിൻ്റെ കൂടെ ഈ എൻക്ലോഷേഴ്സ് പറഞ്ഞ എൻക്ലോഷേഴ്സൊക്കെ വളരെ ഭദ്രമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്ത ശേഷമാണ് സോർട്ടിംഗ് നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് സെപ്പറേറ്റ് ബാസ്ക്കറ്റ്സ് മേ ബി യൂസ്ഡ് ഫോർ സോർട്ടിംഗ് ഔട്ട് ദി ലെറ്റേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ലെറ്റേഴ്സ് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ബാസ്ക്കറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സോർട്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, ആഫ്റ്റർ സോർട്ടിംഗ് ദ ലെറ്റേഴ്സ് ആർ ഡെലിവേർഡ് ടു ദി കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇനീഷ്യൽസ് ഓഫ് ദ റിസീവിംഗ് ക്ലർക്സ് മേ ബി ഒബ്റ്റെയിൻഡ് ഇൻ ദ രജിസ്റ്റർ ആസ് എ റെസീപ്റ്റ്. ഡെലിവറി സോർട്ട് ചെയ്തതിന് ശേഷം ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് റിസീവിംഗ് ക്ലർക്സിൻ്റെ സിഗ്നേച്ചർ
അല്ലെങ്കിൽ ഇനീഷ്യൽസ് രജിസ്റ്ററിൻ്റെ അകത്ത് ഒരു റെസീറ്റായിട്ട് അത് കിട്ടിയെന്നുള്ളതിനൊരു അക്നോളജ്മെൻ്റ് ആയിട്ട് രജിസ്റ്ററിൽ പിന്നെ ലഭ്യമാക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സോർട്ടിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയാനുള്ളത്. ദെൻ ലാസ്റ്റ് ഇൻവേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫോളോ അപ്പ്. After receiving the letters, it is the duty of departmental heads to take necessary action and send suitable replies. റിസീവ് ചെയ്തതിന് ശേഷം, ലെറ്റർ റിസീവ് ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ ഡ്യൂട്ടിയാണ് അതിൻ്റെ മുകളിൽ നെസസറി ആക്ഷൻ എടുക്കുക, എന്നിട്ട് അതിന് സൂട്ടബിൾ റിപ്ലൈസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഔട്ട്വേർഡ് മെയിൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഔട്ട്വേർഡ് മെയിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എവറി ഓർഗനൈസേഷൻ സെൻസ് ഔട്ട് മെയിൽ ഈച്ച് ഡേ ആൻഡ് എ ഗുഡ് ഓഫീസ് സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ഓരോ ഓർഗനൈസേഷനും ഓരോ ദിവസവും കുറേയധികം മെയിൽ സെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു നല്ല ഓഫീസ് സംവിധാനം എന്താണ് ഉറപ്പ് വരുത്തേണ്ടത്, ഇത് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ഓർഗനൈസേഷൻ ഉറപ്പ് വരുത്തണം. ഇനി ഓൾ മെയിൽ സെൻഡ് ഔട്ട്, പുറത്തേക്ക് പോകുന്ന എല്ലാ മെയിലിനെയും എന്താ പറയുന്നത്, ഔട്ട്വേർഡ് മെയിൽ ഓർ ഔട്ട് ഗോയിങ് മെയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഔട്ട്വേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. Following are the outward mail handling procedures that are generally followed by an organization. എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം നമുക്ക്. 1 പ്രിപ്പറേഷൻ ഓഫ് ലെറ്റേഴ്സ്, 2 സിഗ്നേച്ചർ ഓഫ് ലെറ്റേഴ്സ്, 3 റെഫറൻസിങ്, 4 ഡിസ്പാച്ചിങ്. ഡിസ്പാച്ചിങ്ങിൻ്റെ അകത്ത് ഒരു 6 പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് നോക്കുക. കളക്ഷൻ ഓഫ് മെയിൽ, ഫോൾഡിംഗ് ഓഫ് ലെറ്റേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് എൻവലപ്സ് ആൻഡ് റൈറ്റിംഗ് അഡ്രസ്, sealing, sorting and stamping the envelopes, recording in outward mail register or post book. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ലെറ്റേഴ്സ്. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻവോൾവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ടൈപ്പിംഗ്. ഈ 2 കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ വരുന്നത്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് ടൈപ്പിംഗ്. ഡ്രാഫ്റ്റിംഗ് ആരാണ് ചെയ്യുന്നത് നോക്കാം. ഡ്രാഫ്റ്റിംഗ് ഓഫ് ഔട്ട് ഗോയിങ് ലെറ്റേഴ്സ് വിൽ ബി ഡൺ സംടൈംസ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഓർ ദി സെക്രട്ടറി ആൻഡ് സംടൈംസ് ബൈ ദി ഓഫീസ് അസിസ്റ്റൻസ്. ചിലപ്പം ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആയിരിക്കാം ഡ്രാഫ്റ്റിംഗ് നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻസ് ആവാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രിപ്പറേഷൻ ഓഫ് ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡ്രാഫ്റ്റിംഗ് ആൻഡ് ടൈപ്പിംഗ്. സെക്കൻഡ് പോയിന്റ് നോക്കൂ, സിഗ്നേച്ചർ ഓൺ ലെറ്റേഴ്സ്. After being typed, the letters are put up before the executive for the signature. ടൈപ്പ് ചെയ്തതിന് ശേഷം ലെറ്റേഴ്സ് എക്സിക്യൂട്ടീവിൻ്റെ മുമ്പാകെ ഒപ്പിടാൻ വേണ്ടി വയ്ക്കുന്നു. ഓക്കെ, ദെൻ ബിഫോർ ലെറ്റർ ഈസ് സൈൻഡ്, ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ദ പേഴ്സൺ സൈനിങ് ഇറ്റ് മസ്റ്റ് റീഡ് ദ കണ്ടൻസ് thoroughly ആൻഡ് കറക്റ്റ് ദ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ആൻഡ് അതർ എറേഴ്സ്. സൈൻ ചെയ്യുന്ന ആൾ വളരെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം, അതിൻ്റെ ഉള്ളടക്കം വായിച്ചു നോക്കി മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. Then the letters of less importance are signed by the junior officials. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ലെറ്റേഴ്സ് ജൂനിയർ ഒഫീഷ്യൽസിന് സൈൻ ചെയ്യാം. ഓക്കെ, തേർഡ് പോയിന്റിലേക്ക് കടക്കാം നമുക്ക്. റെഫറൻസിങ്. ഔട്ട്ഗോയിങ് ലെറ്റേഴ്സ് ആർ മാർക്ക്ഡ് വിത്ത് എ റെഫറൻസ് നമ്പർ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ദിസ് ഇസ് നോൺ ആസ് റെഫറൻസിങ്. അപ്പോൾ എല്ലാ ഔട്ട്ഗോയിങ് ലെറ്റേഴ്സും ഒരു റെഫറൻസ് നമ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി. ഇതിനെയാണ് എന്ത് പറയുന്നത്, റെഫറൻസിങ്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് ഒരു കോഡ് വേർഡാണ്. അതായത് നമുക്ക് ആ കോഡ് വേർഡിലൂടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ലെറ്റർ സെൻഡ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഫയൽ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഇയർ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ താഴെ പറഞ്ഞത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ലെറ്റർ ഇത്ര നമ്പർ 95, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ സീരിയൽ നമ്പർ ഓഫ് ദ ലെറ്റർ ഇത്രയാണ്, 1053 ആണ്, 95 എന്ന് പറയുന്നത് ഇയർ. ഓക്കെ, ഇനി റെഫറൻസിങ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് നോക്കൂ. റെഫറൻസിങ് ഹെൽപ്സ് ഫയലിംഗ് ആൻഡ് ആഫ്റ്റർവേർഡ്സ് ടു ഫൈൻഡ് ഔട്ട് ദ കോപ്പി ഓഫ് ദ കറസ്പോണ്ടൻസ് ഈസിലി ഫോർ എനി ഫ്യൂച്ചർ ആക്ഷൻ ഓൺ ദി സെയിം. ഫയലിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ കോപ്പി പിന്നീട് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ആക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും അതിൻ്റെ കോപ്പി പിന്നീട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനും റെഫറൻസിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next point, dispatching. Fourth point ആണ് dispatching. അപ്പോൾ the last step in the outward mail handling procedure is to dispatch it to its destination. എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ dispatch ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ dispatching involves a number of operations. They are collection of mail, folding of letters, preparation of envelopes and writing address, 4 sealing, 5 sorting, 6 recording in outward mail register. ഓരോ പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ് കളക്ഷൻ ഓഫ് മെയിൽ. എന്താണ് കളക്ഷൻ ഓഫ് മെയിൽ? ഓക്കെ, when the outgoing letters or outgoing mails are ready for sending out, they are collected by the mailing department for dispatching. റെഡി ആയി കഴിഞ്ഞാൽ, ഔട്ട് ഗോയിങ് മെയിൽസ് റെഡി ആയി കഴിഞ്ഞാൽ ആ മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അത് കളക്ട് ചെയ്യുന്നു ഡിസ്പാച്ച് ചെയ്യുന്നതിന് വേണ്ടി. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തേതാണ് ഫോൾഡിംഗ് ലെറ്റേഴ്സ്. അപ്പോൾ ഫോൾഡിംഗ് ലെറ്റേഴ്സ്
is not a difficult job, but care should be taken to see that the creases are straight and that they are folded without spoiling the neatness of the letter. അതിൻ്റെ മടക്കൊക്കെ സ്ട്രെയിറ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിൻ്റെ മടക്ക് അത്ര ഭംഗിയല്ല അല്ലെങ്കിൽ വൃത്തിയല്ലാത്തത് കൊണ്ട് ആ നീറ്റ്നെസ്, അത് ലെറ്ററിൻ്റെ ലെറ്റർ വൃത്തികേടാവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നീറ്റ്നെസ് ഒരിക്കലും സ്പോയിൽ ആവരുത്. Then next, where a large number of letters of identical size are to be folded, ഒരേപോലെ സൈസ് ലെറ്റേഴ്സ് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൾഡിങ് മെഷീൻസ് യൂസ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കൂ, പ്രിപ്പറേഷൻ ഓഫ് എൻവലപ്സ് ആൻഡ് റൈറ്റിംഗ് അഡ്രസ്. അപ്പം ലെറ്റർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? എൻവലപ്പിൽ ഇൻസേർട്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇൻസേർട്ടഡ് ഇൻ ദി എൻവലപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബി ഇൻ എ നോർമൽ റീഡിംഗ് പൊസിഷൻ വെൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി എൻവലപ്പ് ആൻഡ് അൺഫോൾഡഡ്. അപ്പോൾ എൻവലപ്പിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് സമയത്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അൺഫോൾഡ് ചെയ്ത്, അത് എൻവലപ്പിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് വായിക്കുന്ന സമയത്ത്, നമ്മൾ ആ പുറത്തെടുത്ത് വായിക്കുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കണം? നോർമൽ റീഡിംഗ് പൊസിഷനിലായിരിക്കണം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലെറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് എടുത്ത് വായിക്കുമ്പോൾ അതൊരു നോർമൽ റീഡിംഗ് പൊസിഷനിലായിരിക്കണം. The next, addresses on envelope should be written neatly and legibly and correctly. അഡ്രസ്സസ് വളരെ ലെജിബിൾ ആയിട്ട് അതേപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതണം. ഇനി റോങ് അഡ്രസ്സിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? വിൻഡോ എൻവലപ്സ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിൻ്റ് ആണ് സീലിംഗ്. എന്ത് ചെയ്യും? നമ്മൾ ലെറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻവലപ്പിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അത് ഒട്ടിക്കും അല്ലേ? അതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. After inserting letters into envelopes, the next step is to seal the envelope with the adhesive. Adhesive എന്ന് പറഞ്ഞാൽ ഈ ഗമ്മ്, സെല്ലോ ടേപ്പ്, അതേപോലെ പിന്നെ ഫെവിക്കോളൊക്കെ എന്താണ്? അഡഹസീവിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സീലിംഗ് ദ എൻവലപ്പ് വിത്ത് അഡഹസീവ്. ദെൻ നെക്സ്റ്റ്, ബുക്ക് പോസ്റ്റ് രജിസ്റ്റേർഡ് VPP and insured articles should be sealed according to the postal rules. പോസ്റ്റൽ റൂൾസിനനുസരിച്ച് എന്ത് ചെയ്യണം? ഇതൊക്കെ ഒട്ടിക്കണം. ഏത്? ബുക്ക് പോസ്റ്റ് രജിസ്റ്റേർഡ്, VPP, ഇൻഷുർഡ് ആർട്ടിക്കിൾസ് എല്ലാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സോർട്ടിംഗ് ആൻഡ് സ്റ്റാമ്പിംഗ് ദി എൻവലപ്സ്. സ്മോൾ ഓഫീസസ് ആണെങ്കിൽ സ്റ്റാമ്പിംഗ് ഇസ് ഡൺ ബൈ ഹാൻഡ് ആൻഡ് ഇൻ ബിഗ് ഓഫീസസ് ഇറ്റ് മേ ബി ഡൺ ബൈ ഫ്രാങ്കിങ് മെഷീൻ. വലിയ ഓഫീസസ് ആണെങ്കിൽ ഫ്രാങ്കിങ് മെഷീൻ ചെയ്യും സ്റ്റാമ്പിങ്. ചെറിയ ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൈ കൊണ്ട് പിന്നെ സ്റ്റാമ്പ് പതിപ്പിക്കാം. ഇനി എ ഫ്രാങ്കിങ് മെഷീൻ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ് ടു എഫിക്സ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഇംപ്രഷൻ ഓൺ എൻവലപ്സ്. പോസ്റ്റേജ് സ്റ്റാമ്പ് ഇംപ്രഷൻ പതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഫ്രാങ്കിങ് മെഷീൻ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് അധികവും ഈ ഫ്രാങ്കിങ് മെഷീൻ്റെ ക്വസ്റ്റ്യൻ അധികവും നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്, നെയിം ദ ഫോളോയിങ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലെപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാം. മെഷീൻ വിച്ച് ഈസ് യൂസ് ടു എഫിക്സ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഇംപ്രഷൻ, ഫ്രാങ്കിങ് മെഷീൻ. ദെൻ ബിഫോർ സ്റ്റാമ്പിങ്, സ്റ്റാമ്പ് പതിപ്പിക്കുന്നതിന് മുമ്പ് മെയിൽ രണ്ടെണ്ണമായിട്ട് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ആർട്ടിക്കിൾസ് ടു ബി സെൻഡ് ബൈ മെസ്സഞ്ചർ, രണ്ട് ആർട്ടിക്കിൾസ് ടു ബി സെൻഡ് ബൈ പോസ്റ്റ്. ഇനി ആർട്ടിക്കിൾസ് ടു ബി സെൻഡ് ത്രൂ മെസ്സഞ്ചർ നീഡ് നോട്ട് ബി സ്റ്റാമ്പ്ഡ്. മെസ്സഞ്ചർ വഴി അയക്കുന്ന ആർട്ടിക്കിൾസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ആർട്ടിക്കിൾസിനെ വീണ്ടും നമ്മൾ ഓർഡിനറി പോസ്റ്റ്, ബുക്ക് പോസ്റ്റ്, രജിസ്റ്റേർഡ്, സ്പീഡ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. Then to avoid understamping or overstamping, the envelope should be weighed carefully and the correct postage must be determined. അണ്ടർസ്റ്റാമ്പിങ്, അതായത് ആവശ്യത്തിൽ കുറവ് സ്റ്റാമ്പ് ഒട്ടിക്കുക, ഓവർ സ്റ്റാമ്പിങ് ആവശ്യത്തിൽ കൂടുതൽ ഒട്ടിക്കുക അല്ലേ? ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടതാണ്? അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എൻവലപ്പ് തൂക്കി നോക്കണം, എന്നിട്ട് കറക്റ്റ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സോർട്ടിങ്ങിലും സ്റ്റാമ്പിങ്ങിലും ഒക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആറാമത്തതാണ് റെക്കോർഡിംഗ് ഇൻ ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്റർ ഓർ പോസ്റ്റ് ബുക്ക്. അയക്കുന്നതിന് മുമ്പ്, സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കത്തുകളും എന്ത് ചെയ്യണം? ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്ററിലോ ഡിസ്പാച്ച് രജിസ്റ്ററിലോ എൻട്രി ചെയ്ത് വെക്കണം. ബിഫോർ സെൻഡിങ് ഔട്ട് ദി ലെറ്റേഴ്സ് ഫോർ പോസ്റ്റിംഗ്, ദേ മേ ബി എൻറ്റേർഡ് ഇൻ ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്റർ ഓർ ഡിസ്പാച്ച് രജിസ്റ്റർ. ഇൻവേർഡ് മെയിൽ പഠിച്ച പോലെ തന്നെ ഈ ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്ററിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെയാണ് കോളംസ് നോക്കി നോക്കൂ. സീരിയൽ നമ്പർ, ഡേറ്റ്, കണ്ടൻസ് ഓഫ് ദി ലെറ്റർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റിസീവർ, നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പേഴ്സൺ സെൻഡിങ് ദി ലെറ്റർ, പോസ്റ്റേജ് സ്റ്റാമ്പ്, റിമാർക്സ്. ഇതൊക്കെയാണ് ആ ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് പോസ്റ്റിംഗ്.
Posting and delivery of letters is the final step in the whole procedure of dispatching letters. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. Then ordinary letters എന്ത് ചെയ്യുന്നു? Will be posted in the post box, but special delivery letters such as those sent by registered post must be sent to the post office through the office messenger. Ordinary letters എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ബോക്സിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. സ്പെഷ്യൽ ഡെലിവറി ലെറ്റേഴ്സ്, അതായത് രജിസ്റ്റേർഡ് പോസ്റ്റ്, അതൊക്കെ എന്താ ചെയ്യുക? നമ്മൾ കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി സെൻഡ് ടു ദ പോസ്റ്റ് ഓഫീസ് ത്രൂ അത് ഓഫീസ് മെസ്സഞ്ചർ വഴി എന്ത് ചെയ്യണം? പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുത്തു വിടണം. ദെൻ ലെറ്റേഴ്സ് അഡ്രസ് ടു ലോക്കൽ അഡ്രസ്സീസ്, അതായത് പ്രാദേശികമായിട്ട്, അതായത് തൊട്ടടുത്ത ഓഫീസിലേക്കൊക്കെ കൊടുക്കേണ്ട ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിലൊന്നും കൊണ്ടുപോയി കൊടുക്കില്ല. എന്താ ചെയ്യുക? ഒരു മെസ്സഞ്ചർ മുഖാന്തരം ആ ലെറ്റർ ആ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു local addressees are generally sent through local delivery peons, especially when they are urgent. And such letters are recorded in a book known as peon book. ബുക്കിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത്? പ്യൂണിൻ്റെ കൈവശം കൊടുത്ത് വിടുന്നത്, ലോക്കൽ അഡ്രസ്സിലായിട്ടുള്ള കത്തുകളെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മളെ ഔട്ട്വേർഡ് മെയിൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതോടുകൂടി സെക്കൻഡ് ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇതിനകത്ത് ഞാൻ ഈ എടുത്ത ഭാഗത്തിൽ വെച്ചിട്ട് 2 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് മെയിൽ രജിസ്റ്റർ. ഇതിൽ കുറച്ച് ഡാറ്റാസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റാസ് എന്ത് ചെയ്യണം? ഇൻവേർഡ് മെയിൽ രജിസ്റ്റർ എൻ്റെ ഫോർമാറ്റ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഔട്ട്വേർഡ് മെയിൽ രജിസ്റ്ററിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. ദെൻ വേരിയസ് സ്റ്റേജസ്, ഇൻവേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ വേരിയസ് സ്റ്റേജസ് ഔട്ട്ലൈൻ ചെയ്യുക. ദെൻ ഔട്ട്വേർഡ് മെയിൽ ഹാൻഡ്ലിങ്ങിൻ്റെ വേരിയസ് സ്റ്റേജസ് പിന്നെ ഔട്ട്ലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എടുത്തതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടീച്ചറെ അടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക, നല്ലോണം പഠിക്കുക. നോട്ട്സ് എഴുതി വെച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അത് പഠിക്കണം. അപ്പോൾ നല്ലോണം പഠിച്ച് നല്ല കുട്ടികളായി നല്ല മാർക്ക് വാങ്ങി മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് പാസ്സായി പോവാം. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.